10th സ്റ്റാൻഡേർഡ് മാത്സ് യൂണിറ്റ് 2 സർക്കിൾസ് ആൻഡ് ആങ്കിൾസ് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് സെൻട്രൽ ആംഗിളും. ഇവിടെ ഇപ്പം 120 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോയിൻ്റ് ഉണ്ടോ, ഇവിടുത്തെ പോയിൻറ്റും ഈ പോയിൻ്റിൽ നിന്നും സർക്കിളിലേക്ക് പോയിട്ടുള്ളത് ഇവിടെയുള്ളതിൻ്റെ പകുതിയാണ് ഉണ്ടാവുക. ഇവിടെ 72 ഉള്ളത് ഇവിടെ പോകുമ്പോൾ 36 ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേകത നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ 36 പേജ് നമ്പറിലെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ. അപ്പോൾ ഇവിടെ പിക്ചറിൽ അതിൻ്റെ സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ ആർക്ക് ഇങ്ങനെയുള്ളത് ആർക്ക്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രിന്ന്. 40 ഡിഗ്രി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരമാണെങ്കിൽ അവിടെ സെൻറ്റർ ഉണ്ടെങ്കിൽ സെൻറ്റർ ഈ പോയിൻ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് പോയിട്ട് ഇത് അവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ആംഗിൾ ഈ 40ൻ്റെ ഡബിളായ 80 ആയിരിക്കും. അതായത് സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിൾ 80 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ സർക്കിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ 80 എന്ന് പറയുന്നത് നമ്മൾ നോക്കാതെ എത്ര പാർട്ടാണെന്ന്. 80/360 0യും 0യും കട്ട് ചെയ്താൽ നമുക്ക് 8ഉം 36നും കോമൺ ആയിട്ട് വരുന്നത് നമുക്കറിയാം 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 ആകുമ്പോൾ 2 4s are 8 ആണ്, 9 4s are 36. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 2/9 പാർട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ്, when the corner of a bent wire was placed at the center of a circle, 1/10 of the circle was contained with it. അതായത് ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരു വയർ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ അത് സർക്കിളിൻ്റെ 1/10 പാർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ ഈ സർക്കിളിൽ ഒരു വയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു ആംഗിൾ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ സർക്കിളിൻ്റെ 1/10 പാർട്ടാണ് കിട്ടിയത്. അപ്പോൾ 1/10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 360ൻ്റെ 1/10 എന്ന് പറയുമ്പോൾ 36 ആണ് വരിക. അതായത് 1/10 ഇത് 36 എന്ന് പറഞ്ഞിട്ടുള്ള 10 പാർട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇഫ് ദ കോർണർ ഓഫ് ദിസ് വയർ ഈസ് പ്ലേസ്ഡ് ഓൺ പോയിൻ്റ് ഓഫ് ദി സർക്കിൾ ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചറിൽ എന്ത് ചെയ്തു, സെൻറ്ററിൽ വെച്ചിരിക്കുന്ന വയർ പിറകിലോട്ട് വെച്ചു. അപ്പോൾ നമുക്കറിയാം ഇവിടെ വന്നിട്ടുള്ളത് 36 ആയിരുന്നു, അല്ലെങ്കിൽ ആംഗിൾ 36 ആയിരുന്നു. അപ്പോൾ 36 അങ്ങനെ ബാക്കോട്ട് പോകുമ്പോൾ 36 തന്നെ ഉണ്ടാവുക. ആംഗിൾ മാറ്റമൊന്നുമില്ല, പക്ഷേ എന്തായിട്ട് മാറും, ഈ ആർക്ക് ലെങ്ത്ത് കൂടും. അതായത് അതിൻ്റെ വായുഭാഗം ബാക്കോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഈ പീസ് കൂടിയിട്ട് വരും. അപ്പോൾ അത് കൂടി വരുമ്പോൾ നമുക്കത് കാണിക്കൽ ഇവിടെ ഇപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് 2/9 പാർട്ടായിരുന്നു ആദ്യം കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ 2/9 പാർട്ട് എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടാം, അല്ല നേരത്തെ എത്തതായിരുന്നു 2/9 അല്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് 36 1/10 പാർട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ വലിയ പീസായിട്ട് മാറും. അപ്പോൾ അത് നമുക്കിവിടെ 36 ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ത് 72 വരും. അപ്പോൾ 72/360 എന്ന് പറയുമ്പോൾ 1/5 ആവും. അതായത് 1/10 ഉള്ളത് പിറകോട്ട് പോകുന്ന സമയത്ത് അത് 1/5 ആയിട്ട് മാറുന്നു. ഇനി അത് ആ ഒരു പീസ് നമ്മളെടുത്തിരിക്കുന്ന ഈ 36 വേറൊരു ചെറിയ സർക്കിളിൽ വെച്ചാലോ, ചെറിയ സർക്കിളിൽ വെച്ചാലും ആ ടോട്ടൽ ഉള്ളതിൻ്റെ 1/5 പാർട്ട് തന്നെയാണ് ഉണ്ടാവുക, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സർക്കിളിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്, അതായത് വലിയ സർക്കിളാകുമ്പോൾ വലിയ പീസ് ഉണ്ടാവും, ചെറിയ സർക്കിളാകുമ്പോൾ ചെറിയ പീസ്, എങ്ങനെയായാലും ടോട്ടൽ ഉള്ളതിൻ്റെ 1/5 പാർട്ടാണ് ഉണ്ടാവുക. അപ്പോൾ 1/10 പാർട്ട് വന്നപ്പോൾ അത് 36 ആയിരുന്നു. ആ 36 ഇങ്ങനെ പിറകോട്ട് വെച്ചപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായി 72 ആയി. അപ്പോൾ 72/360 എന്ന് പറയുന്നത് 1/5 ആണ്. ഇത് 1/5 കിട്ടും. അപ്പോൾ 1/5 കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളൊരു ചെറിയ സർക്കിളിലാണ് വെക്കുന്നതെങ്കിലും അത് ടോട്ടൽ ഉള്ളതിൻ്റെ 1/5 പാർട്ടാണ് ഉണ്ടാവുക. അടുത്തതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേജ് നമ്പർ 41 ക്വസ്റ്റ്യൻ ആൻസറാണ്. അവിടെ നമുക്ക് 100 ഡിഗ്രി മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പഠിച്ച പ്രകാരമാണെങ്കിൽ ഇവിടെ 100 വരുമ്പോൾ ഇവിടെ എന്താ വരിക 50 വരും. ഇനി ഇവിടെ ടോട്ടൽ 360 ഡിഗ്രിയാണ്.
360 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 100ൻ്റെ ബാക്കി ഇവിടെ 260 ആണ് ഉണ്ടാവുക. ഇനി ഇവിടെ ഈ ആംഗിളും ആഡ് ചെയ്താൽ 180 കിട്ടണം. അപ്പോൾ ഇത് 130 ആണ് വരിക. 130യും 50യും 180. ഇനി അല്ലെങ്കിലും ഇതിൻ്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക, ഇതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രകാരമാണെങ്കിൽ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് 240 ആണ്. 240 ഉണ്ടാവുമ്പോൾ നമുക്ക് ഏതാണ് ആദ്യം കിട്ടുക? നമുക്ക് ഇവിടെ 120 എന്ന് എഴുതാൻ പറ്റും. കാരണം ഇതിൻ്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിലും ഇവിടെയും 120 വരിക. കാരണം എന്തുകൊണ്ടാണ്? ഇത് ടോട്ടൽ 360 ആണ്. അത് ഈ നമ്പറിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഈ കിട്ടുന്ന നമ്പറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ 240 120 ഒക്കെ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഇപ്പോൾ 240 എന്ന് പറയുന്ന നമ്പർ അതിൻ്റെ 360 കിട്ടാൻ വേണ്ടിയിട്ട് 120 ചെയ്യണം. അതുപോലെ തന്നെ ഈ 240ൻ്റെ ഹാഫാണ് ഇവിടെ വരിക. അപ്പോൾ അത് 120 ആണ് വരിക. ഇനി അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക 60. അപ്പോൾ 60യും 120യും 180 ആണ്. എല്ലാം കറക്റ്റായിട്ട് വരും. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി വരുന്നത്, ഇവിടെ അതിൻ്റെ ഇത് വരുന്നത്, അതേ സെയിം നമ്പർ വരുന്നത്, ഇങ്ങനെയുള്ളൊരു നമ്പർ ചോദിക്കാം. അതല്ലേ ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ 60ൻ്റെ ഡബിളാണ് 120, 120ൻ്റെ ഡബിളാണ് 240. ഇവിടെ അങ്ങനെ ഒരു റിലേഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈ.